ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നോളജ് കഫേയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വെറും 150 വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന്. അതിന്റെ പാർട്ട് 9 ആണ് ഈ വീഡിയോ. നിങ്ങളോട് പറയാനുള്ള വാക്കുകൾ എൻ്റെ നെഞ്ചിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കും, ഇതെങ്ങനെയാ എനിക്ക് പഠിക്കാൻ കഴിയുക? വലിയവർക്ക് ഇത് പഠിക്കാൻ കഴിയുമോ? ചെറിയവർക്ക് മാത്രമാണോ ഈ ക്ലാസ്? സത്യം പറഞ്ഞാൽ ഇത് ചെറിയവർക്ക് മാത്രമുള്ളതല്ല, വലിയ ആൾക്കാർക്കും എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും വേണ്ടിയാണ് ഈ ക്ലാസ് ഞങ്ങൾ ഇടുന്നത്. ഇത് ഞാൻ പഠിച്ച രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാമറും ഇല്ല. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? കം ഓൺ. ആദ്യം നമുക്ക് എന്തെടുക്കാം? വിവണ്ണായ ബെൻഡ് എടുക്കാം അല്ലേ? ബെൻഡിന്റെ മീനിങ് എന്താണ്? വളക്കുക. ഇതാണ് വളക്കുക. നമ്മൾ ബെഞ്ചിലൊക്കെ സാധാരണ വളക്കാറില്ലേ? അതാണ് നമ്മൾ ബെൻഡ് എന്ന് പറയാം. വീറ്റു എന്താ? ബെൻഡിന്റെ വീറ്റു എന്താണ്? ബെൻഡ്. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് സ്പെല്ലിങ് സെയിം അല്ല. ലാസ്റ്റ് ലെറ്റർ ഫസ്റ്റ് V1ന്റെ D ആണ്, ഇത് T ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ബെൻഡിന്റെ മീനിങ് എന്താണ്? വളച്ചു. V3യോ? ബെൻഡിന്റെ V3 എന്താണ്? ബെൻഡ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? V1 ബ്ലോ എടുക്കാം അല്ലേ? ബ്ലോന്റെ മീനിങ് എന്താണ്? ഊതുക. ഇതാണ് ഊതുക. നമ്മള് ആ കേക്കിന്റെ ക്യാൻഡിൽ ചൂതാറില്ലേ? അതാണ് ബ്ലോ. V2 എന്താ? ബ്ലോന്റെ V2 എന്താണ്? ബ്ലൂ. എന്താണ്? ബ്ലൂ. ബ്ലൂവിന്റെ മീനിങ് എന്താണ്? ഊതി. എന്താണ്? ഊതി. ആ ക്യാൻഡിൽ ഊതി കഴിഞ്ഞു. V3യോ? ബ്ലോന്റെ V3 എന്താണ്? ബ്ലോൺ. എന്താണ്? ബ്ലോൺ. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ബിൽഡ് എടുക്കാം അല്ലേ? ബിൽഡിന്റെ മീനിങ് എന്താണ്? ഉണ്ടാക്കുക. നമ്മൾ ചില സമയത്ത് വീടൊക്കെ ബ്ലോക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കാറില്ലേ? അതാണ് നമ്മൾ ബിൽഡ് എന്ന് പറയാ. V2 എന്താ? ബിൽഡിന്റെ V2 ബിൽഡ്. ഇവിടെ D മാറി T എന്ന്. ആദ്യത്തെ വേർഡിന്റെ സെയിം ടൈപ്പ് ആണ് ഇതും. ബിൽഡ്. എന്താണ്? എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ബിൽഡ്. ഇതാണ് ബിൽഡ്. ബിൽഡിന്റെ മീനിങ് എന്താണ്? ഉണ്ടാക്കി. V3 എന്താ? ബിൽഡിന്റെ V3 ബിൽഡ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ചൂസ് എടുക്കാം അല്ലേ? ചൂസിന്റെ മീനിങ് എന്താണ്? തിരഞ്ഞെടുക്കുക. എന്താണ്? തിരഞ്ഞെടുക്കുക. V2 എന്താ? ചൂസിന്റെ V2 ചോസ്. എന്താണ്? ചോസ്. ഈ ചോസിനെ നമ്മൾ ചൂസ് എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. കൂടുതൽ ആൾക്കാർ ചോസ് എന്നാണ് പറയാറ്. ചോസിന്റെ മീനിങ് എന്താണ്? തെരഞ്ഞെടുത്തു. എന്താണ്? തെരഞ്ഞെടുത്തു. V3യോ? ചൂസിന്റെ V3 എന്താണ്? ചോസൻ. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ഹോൾഡ് എടുക്കാം അല്ലേ? ഹോൾഡിന്റെ മീനിങ് എന്താണ്? പിടിക്കുക. എന്താണ്? പിടിക്കുക. നമ്മൾ പെൻസിലൊക്കെ പിടിക്കാറില്ലേ? അതാണ് ഹോൾഡ്. V2 എന്താ? ഹോൾഡിന്റെ V2 ഹെൽഡ്. എന്താണ്? ഹെൽഡ്. ഹെൽഡിന്റെ മീനിങ് എന്താണ്? പിടിച്ചു. എന്താണ്? പിടിച്ചു. V3യോ? ഹോൾഡിന്റെ V3 എന്താണ്? ഹെൽഡ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ഡിഗ് എടുക്കാം അല്ലേ? ഡിഗിന്റെ മീനിങ് എന്താണ്? കുഴിക്കുക. നമ്മൾ മണ്ണിൽ കളിക്കുമ്പോൾ കുഴിക്കാറൊക്കെ ഉണ്ടാവും അല്ലേ? അതാണ് ഡിഗ്. ഡിഗിന്റെ V2 എന്താണ്? ഡഗ്. എന്താണ്? ഡഗ്. ഡഗിന്റെ മീനിങ് എന്താണ്? കുഴിച്ചു. V3യോ? ഡിഗിന്റെ V3 എന്താണ്? ഡഗ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ലൈ എടുക്കാം അല്ലേ? ലൈന്റെ മീനിങ് എന്താണ്? കളവ് പറയുക. എന്താണ്? കളവ് പറയുക. നിങ്ങൾ ചില സമയത്ത് അമ്മമാരോടൊക്കെ പറയാറില്ലേ കള്ളത്തരമായിട്ട്? അമ്മ എൻ്റെ നോട്ട് കാണാണ്ടായി, അങ്ങനൊക്കെ കള്ളത്തരം പറയല്ലേ? അതാണ് ലൈ. V2 എന്താ? ലൈൻ്റെ V2 ലൈഡ്. എന്താണ്? ലൈഡ്. ലൈഡിന്റെ മീനിങ് എന്താണ്? കള്ളം പറഞ്ഞു, അതായത് കളവ് പറഞ്ഞു. V3യോ? ലൈൻ്റെ V3 എന്താണ്? ലെയിൻ.
ഇവിടെ വേറൊരു വേർഡ് ആയിട്ടാണ് മാറുന്നത്, ലെയിൻ. ഓക്കെ, എന്റെ കൂടെ ഒന്ന് പറയാമോ? ലെയിൻ. അടുത്ത നമുക്ക് എന്തെടുക്കാം? വിവണ്ണായ ബിക്കം എടുക്കാം അല്ലെ. ബിക്കമിന്റെ മീനിങ് എന്താണ്? ആയിത്തീരുക. അതാണ് ആയിത്തീരുക. V2 എന്താ? ബിക്കമിന്റെ V2 became, ആയിത്തീർന്നു. V3യോ? ബിക്കമിന്റെ V3 എന്താണ്? become. ഇവിടെ V1 ഉം V3യും സെയിം ആണ് കേട്ടോ. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ആയ ലെൻഡ് എടുക്കാം അല്ലെ. ലെൻഡിന്റെ മീനിങ് എന്താണ്? കടം തരുക. നമ്മൾ ഒരു പെൻസിലിന് കടം ചോദിക്കാറില്ലേ? ചില അമ്മമാരും അച്ഛന്മാരും കുറച്ച് പൈസക്ക് കടം ചോദിക്കാറൊക്കെ ഉണ്ടാവും. അതാണ് ലെൻഡ്. V2 എന്താ? ലെൻഡിന്റെ V2 ലെൻഡ്. ഇവിടെയും ആദ്യത്തെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആദ്യം D പിന്നെ T, V3 ഓൾസോ T. ലെൻഡിന്റെ മീനിങ് കടം തന്നു. V3യോ? V3 എന്താ? ലെൻഡിന്റെ V3 ലെൻഡ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? V1 ആയ ടിയർ എടുക്കാം അല്ലെ. ടിയർ എന്ന് വെച്ചാൽ എന്താണ്? കീറുക. നമ്മൾ പേപ്പറൊക്കെ കീറാറില്ലേ? അതാണ് ടിയർ. V2 എന്താ? ടിയറിന്റെ V2 ടോർ, കീറി. V3യോ? ടിയറിന്റെ V3 എന്താണ്? ടോൺ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.